ഇന്നും ഇതാ പതിവ് പോലെ തന്നെ ഒരു തിരക്ക് പിടിച്ച രാവിലെയാണ്. വേഗം തന്നെ അടുക്കളയിലേക്ക് കയറി അരി ഒക്കെ അടുപ്പത്തിട്ട് ഇതാ അരി തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതാ നമ്മളെ ചായക്കടിക്കുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. ഇന്ന് അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു. അങ്ങനെ ഇതാ അപ്പം ഞാൻ ഓരോന്നായി ചുട്ടെടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ അപ്പമൊക്കെ ചുട്ട് കാസറോളിലേക്ക് മാറ്റിയതിന് ശേഷം പൊന്നൂസിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള മുട്ട പൊരിക്കുകയാണ്. പൊന്നുകുട്ടി മുട്ട പൊരിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് പൊരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ അതൊക്കെ ഞാൻ പൊരിച്ച് മാറ്റിയതിന് ശേഷം ആ പാനിൽ തന്നെ കുറച്ച് സോയാബീനൊക്കെ മസാല തേച്ച് മാറ്റി വെച്ചിരുന്നു. അങ്ങനെ സോയാബീൻ പൊരിക്കുകയാണ്. ആദ്യം കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് പിന്നെ നമ്മൾ മസാല തേച്ച് വെച്ച സോയാബീനൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ മുരിങ്ങയില ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പൊന്നുകുട്ടി കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ പൊന്നൂസിനുള്ള ചായയും കൂടെ കൊടുത്തു കേട്ടോ. അങ്ങനെ പൊന്നു അതൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്താക്കണം, ലഞ്ച് ബോക്സ് സെറ്റാക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. പതിവ് പോലെ തന്നെ കുറച്ച് ചോറ് ഇട്ടു, പിന്നെ മുട്ട പൊരിച്ച ഇട്ടു, കുറച്ച് ചമ്മന്തി ഇട്ടു, പിന്നെ ചമ്മന്തി അല്ല കേട്ടോ, മാങ്ങ അച്ചാർ. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മാങ്ങ അച്ചാറാണ്. പിന്നെ സോയാബീൻ കൂടെ വെച്ചു. നമ്മുടെ ഇന്നത്തെ ഒഴിച്ചുകറി മുരിങ്ങയിലയും പരിപ്പും കൂടിയായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ടിഫിൻ ബോക്സൊക്കെ അടച്ച് പൊന്നുകുട്ടീൻ്റെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ. ഈ ഒരു പരിപാടി കഴിയുമ്പോൾ സമാധാനമാവുക കേട്ടോ. അതിനുശേഷം സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേഗം തന്നെ കഴുകി മാറ്റി ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിരുന്നു കേട്ടോ. അത് വേഗം തന്നെ ക്ലീൻ ചെയ്ത് പൊരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് നല്ലോണം ഞെരടി എടുത്തതിന് ശേഷം നമ്മുടെ മീനും കൂടെ ഇട്ട് മസാലയൊക്കെ തേച്ച് നല്ല സെറ്റാക്കി മാറ്റി വെച്ച് കുറച്ചധികം നേരം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഹർഷക്കുട്ടിക്ക് പൊരിച്ചു കൊടുക്കാനാണ്. മീൻ എന്തായാലും ഉച്ചയ്ക്കേ പൊരിക്കുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ മസാലയൊക്കെ പിടിക്കട്ടെ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണേ. അപ്പോൾ